മോടെ കാണിക്കുന്നത്? ഗേറ്റ് തുറന്നോളാ, അവള് ജോലി ക്ഷീണിച്ചു വരികയല്ലേ? അതെയോ? ശരി, വാ മോളെ. അവന്റെ ഒരു കളി. കാപ്പി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടേ മോളെ? ശരി അമ്മായി. അമ്മേ, എന്നാടാ? അവളുടെ വേഷം കണ്ടില്ലേ അമ്മേ? ഒരുമാതിരി വള്ളിയും പുള്ളിയുള്ള സാരിയെ കൊടുത്തോണ്ട് നടക്കുന്നു. അവക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ലെന്നേ. ബാങ്കിലല്ലേ അമ്മേ ജോലി ചെയ്യുന്നത്? 4 ആൾക്കാർ കാണുന്നതല്ലേ? ശമ്പളം കിട്ടിയ ഉടനെ വീട്ടിലേക്ക് അയക്കും. എന്നാ പിന്നെ അമ്മയ്ക്ക് 2 സാരി വാങ്ങി കൊടുക്കാൻ പോലെ. നീ അല്ലയോ വലിയ കൊമ്പത്തെ ശമ്പളക്കാരൻ, നിനക്ക് 2 സാരി വാങ്ങി കൊടുത്തതായോ? അല്ല, അമ്മ ആളൊരു പിശുക്കിയാണല്ലോ. അല്ല പിന്നെ അമ്മേ, വേണ്ട, വലിയ പോളിഷ് ഒന്നും വേണ്ട. സെലക്ഷൻ കഴിഞ്ഞോ? മുരളിയുടെ ഫ്രണ്ടിന്റെ നിറം എന്താ? ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ഇവയിൽ ഏതെങ്കിലും എടുക്കാം. ഇതിലേതാ നല്ലത്? 3 നല്ലതാ. എന്നാ 3 പാക്ക് ചെയ്തേക്ക്. എന്റെ പ്രസന്റേഷൻ. എനിക്കോ? അതെ. എന്താ തരാൻ പാടില്ലേ? മുരളി, ഇതിനെന്താ പേര് പറയുന്നത് അറിയാമോ? പ്രാന്ത്, മുഴുപ്രാന്ത്. അമ്മ സിംഗപ്പൂർ വന്നിട്ടില്ലല്ലോ. അമ്മേ, 2 ദിവസമായിട്ട് നമ്മുടെ ജോഗിങ് നടക്കുന്നില്ല. മസിലൊക്കെ ഒന്ന് ഇളകട്ടെ. ഓ, കൊള്ളാം. അമ്മായി എന്താ മോളെ? അമ്മായി ഞാൻ പോകുന്നു. അയ്യോ, നിക്ക് മോളെ, ഞാൻ ചോറ് എടുക്കട്ടെ. പ്രമിളെ, നന്നായിരിക്കുന്നു. മോളെ, നമ്മളെ കൊട പേര് കൊള്ളണ്ട. ഞാൻ വരട്ടെ. ഹായ്, ആളങ്ങ് മിനിങ്ങിയിരിക്കുന്നല്ലോ. ഓർഗൻസിയാ? ആരുടെ സെലക്ഷൻ അടി? മുരളി. കത്ത് വന്നു, ഒന്ന് അവിടത്തോളം ചെല്ലാൻ. ഞങ്ങൾക്ക് തിങ്കളാഴ്ചയോടെ അവധിയാ. ഞാനിന്ന് വീട്ടിൽ പോയിക്കോട്ടെ? ഇന്ന് തന്നെയോ? 6:30 മണിക്കൊരു ബസ് ഉണ്ട്. അങ്ങ് ചെല്ലുമ്പോ രാത്രി ആകത്തില്ലേ? മുരളി, മുരളി, എടാ നീ കോട്ടയത്ത് എന്നാ പോകുന്നെന്ന് പറഞ്ഞേ? നാളെ കാലത്ത് പോകുമ്പോ ഇവിടെ കൂടെ ഒന്ന് വീട്ടിലിറക്കി വിട്ടേക്കണേ. കൊള്ളാം. മെയിൻ റോഡിൽ നിന്ന് 10-12 കിലോമീറ്റർ ഉള്ളിലേക്ക് പോണം. പെട്രോളിന് ചെലവുണ്ടേ? കാശ് ആര് തരും? ഞാൻ തരാം. സമ്മതിച്ചേ?
എന്നാരടി? നീ എന്താ മോനെ ചേച്ചിയെ കൂടെ കൊണ്ടുവരുന്നത്? അമ്മായി, എന്റെ പ്രോഗ്രാം പെട്ടെന്നായിരുന്നു. അമ്മ അവനോടില്ലേ? ഇല്ല. ജനാർദ്ദന, മുരളിയേട്ട് വന്നിറങ്ങുന്ന കണ്ടു. കണ്ടാ മതിയോ മോനെ? സൽക്കരിക്കേണ്ടവര് സൽക്കരിച്ചാ മതി. അവനങ്ങനെയാ, മുരളി ഒന്നും വിചാരിക്കണ്ട. ജനാർദ്ദന, അവനെ വിളിക്കണ്ട. ആ അമ്മായി, ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് കോട്ടയത്തെത്തണം. ഇരിക്കടാ മോനെ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ അമ്മായി, മുരളി ഉണ്ടിട്ട് പോയാ പോരെ? എനിക്ക് നാളെ തിരിച്ചു വരുമ്പോ ഇവിടെ നിന്നുണ്ട് കളയാ. പട്ടെ. ആ അമ്മായിയേ, അമ്മായിയുടെ എരിവുള്ള മീൻകറി ഉണ്ടല്ലോ, നാളെ അത് വേണം. നീ എന്താടേ കാണിച്ചത്? നീ എന്താണ് കാണിച്ചത്? ആ കവലയിലുള്ളവർ പറഞ്ഞ കേൾക്കണം. വന്നിറങ്ങിയിരിക്കുന്ന ഒരുത്തന്റെ കൂടെ. ഒരുത്തന്റെ കൂടെയോ? ഞാൻ മുരളിയുടെ കൂടെയല്ലേ വന്നത്? അമ്മ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? മോളെ, നിനക്കൊരാലോചന. ഇവിടുത്തെ എല്ലാ കാര്യം അറിയാവുന്നവരാ, അധികം ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ചേച്ചി ഇങ്ങനെ കഴിയുന്ന കാണുമ്പോ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അല്ല, അമ്മ പറയുന്ന ഒന്ന് കേട്ടേ മോളെ. എനിക്കിപ്പോ വിവാഹം വേണ്ടെന്നേ. എന്നാ കെട്ടാച്ചക്കാട്ടിയോടെ നിന്നോ. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ഇനി വിവാഹം നടത്തണ്ട. മോളെ, എന്താ മോളെ നിന്റെ മനസ്സിൽ? വേറെ വല്ല വിചാരമുണ്ടോ? മുരളിയെ മറ്റാണോ? സന്തോഷമാണോ മോളെ എനിക്ക്? അമ്മ വിളിച്ചത് കേട്ടില്ലേ? അമ്മ വിളിച്ചത് കേട്ടില്ലെന്ന്. ഇല്ല, അവിടെ വെച്ച് കിടക്കുമ്പോഴും
മുരളി പെർഫ്യൂം ഉപയോഗിക്കുമോ? ആ, കാണുന്ന സ്വപ്നങ്ങൾക്കും സുഗന്ധമുണ്ടാവാൻ. അയ്യോ, വേണ്ട